അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, പരീക്ഷയൊക്കെ കഴിഞ്ഞു. മാർക്ക് എല്ലാവർക്കും എത്ര ഉണ്ടായിരുന്നു? ഫുൾ മാർക്ക് കിട്ടിയവരുണ്ടോ? ലിസാൻ്റെ മാർക്ക് എങ്ങനെയാണ് എല്ലാവർക്കും എന്നൊക്കെ പറയുക എല്ലാവരും കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി 4ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. 4ാം പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നബിദിന പരിപാടിയും മറ്റുള്ളതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേഗം ഇൻഷാ അല്ലാഹ് ഓരോ പാഠങ്ങളും എടുത്ത് മനസ്സിലാക്കണം. ഹും നല്ലഫു അൽ ബൈത്ത. ഇവിടെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, 3 മക്കളുണ്ട് അല്ലേ. ഇവരൊക്കെ എന്താണ് പണിയെടുക്കുന്നത്? ഇവരൊക്കെ വീട് വൃത്തിയാക്കുന്ന പോലെ തോന്നുന്നുണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ബൈത്ത് പറഞ്ഞ വീടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ വീട് വൃത്തിയാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. ഹും നല്ലഫു അൽ ബൈത്ത എന്ന് പറഞ്ഞാൽ അവർ വീട് വൃത്തിയാക്കി. ഫി യൗമി ഉത്തുലത്തിൻ, അവധി ദിവസം. യൗമു ഉത്തുല എന്ന് പറഞ്ഞാൽ അവധി ദിവസത്തിൽ. ഫി യൗമി ഉത്തുലത്തിൻ, അവധി ദിവസത്തിൽ. അസമ അഅ്ളാഉൽ ഉസ്റ, ഉസ്റത്ത് പറഞ്ഞാൽ കുടുംബം. അഅ്ളാഉൽ ഉസ്റ എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ, കുടുംബത്തിലുള്ള ആളുകൾ തീരുമാനിച്ചു. അസമ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. അൻ യുനല്ലിഫു അൽ ബൈത്ത, അവർ വീട് വൃത്തിയാക്കലിന് അവർ തീരുമാനിച്ചു. വഹൗലഹു, വീടിൻ്റെ ചുറ്റും, വീടിൻ്റെ മുറ്റം, ഇതൊക്കെ വീടും വീടിൻ്റെ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ അവർ തീരുമാനിച്ചു. ബദഉ, അവർ തുടങ്ങി. അത്തൻലീഫ, എന്തിനെ? വൃത്തിയാക്കലിന്. ഫഗസല, അങ്ങനെ അവർ കഴുകി. ഫഗസലൽ അഖുൽ കബീറു, മൂത്ത സഹോദരൻ, വലിയ സഹോദരൻ കഴുകി. അസാസൽ ബൈത്ത്, വീട്ടുപകരണം. ഇതാണ് ഇവനല്ലേ വലിയ കുട്ടി. വലിയ കുട്ടി എന്ത് ചെയ്തു? മേശ, കസേര പോലത്തെ സാധനങ്ങളൊക്കെ എന്തായിരുന്നു? കഴുകി. വൽ അഖ്വാനി സഗീറാനി, മറ്റ് 2 കുട്ടികൾ, 2 സഹോദരന്മാർ, ചെറിയ 2 സഹോദരൻ. ഹുമാ കനസ, അവരെന്ത് ചെയ്തു? അടിച്ചു വരി. ഫിനാ അൽ ബൈത്തി, വീടിൻ്റെ മുറ്റം, വീടിൻ്റെ മുറ്റമൊക്കെ അടിച്ചു വരി. ഇവിടെ അടിച്ചു വരി. വൻ അള്ളഫാഹു, എന്നിട്ട് അവർ 2 പേരും എന്ത് ചെയ്തു? വീടിൻ്റെ ചുറ്റുഭാഗം എന്തായി? വൃത്തിയാക്കി. വൽ ഉഖ്താനി, 2 സഹോദരിമാർ. ഹുമാ കനസത്ത, അവർ 2 പേരും അടിച്ചു വരി. വഗസലത്ത, അവർ 2 പേരും കഴുകി. ഗുർഫൽ ബൈത്ത്, വീട്ടിലെ റൂമുകളൊക്കെ എന്ത് ചെയ്തു? അവരടിച്ചു വരികയും കഴുകുകയും ചെയ്തു. ആര്? സഹോദരിമാർ. ദഹബൽ വാലിദു, ഉപ്പ പോയി. ഇല സൂഖി, അങ്ങാടിയിലേക്ക്. ഉപ്പ വരുന്നുണ്ട് അല്ലേ. വജാ ബിൽ റുസി, എന്നിട്ട് എന്ത് ചെയ്തു? അരി കൊണ്ടുവന്നു. വൽ ഖദറവാത്ത്, വെജിറ്റബിൾസ്, പച്ചക്കറികളും കൊണ്ടുവന്നു. ഉപ്പാനെ കണ്ടില്ല നിങ്ങൾ? ഇതാണ് ഉപ്പ കൊണ്ടുവരുന്നുണ്ടല്ലേ. അരിയും പച്ചക്കറിയും കൊണ്ടുവന്നു. വസനഅത്തിൽ വാലിദത്തു, ഉമ്മ തയ്യാറാക്കിയ ത്വആമ, ഭക്ഷണം തയ്യാറാക്കി. ഉമ്മ ഭക്ഷണം തയ്യാറാക്കി. വബഅദ തൻലീഫ്, വൃത്തിയാക്കിയതിന് ശേഷം. തവല്ലഉ, അവർ ഉളുഎടുത്തു. വസല്ലു, അവർ നിസ്കരിച്ചു. സ്വലാത്ത ളുഹുർ, ളുഹുർ നിസ്കരിച്ചു. സുമ്മ ജലസു, പിന്നെ അവർ ഇരുന്നു. വതനാവലു, അവർ ഭക്ഷണം കഴിച്ചു. അത്വആം, ഭക്ഷണത്തെ കഴിച്ചു. വബഅദൽ അക്ലി, തിന്നതിന് ശേഷം. ദഹബത്തിൽ വാലിദത്തു, ഉമ്മയും. വൽ ഉഖ്താനി, 2 സഹോദരിമാരും പോയി. ഇലൽ മത്ബഖ്, എവിടേക്ക്? അടുക്കളയിലേക്ക്. എന്നിട്ടോ? വഗസൽനൽ അവാനിയ, അവരെന്ത് ചെയ്തു? പാത്രങ്ങളെ കഴുകി. അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഈ ചുവപ്പ് കളറിൽ കൊടുത്ത വാക്കുകളാണ്. അപ്പം അതിൻ്റെ അർത്ഥങ്ങളാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ നമ്മൾ പോകും, ചെയ്യും, കഴിക്കും, ഭക്ഷണം കഴിക്കും, അങ്ങനെ ഓരോന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പഠിക്കുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ. നമ്മൾ മദ്രസ വായിച്ചു, ഖുർആൻ ഓതി, ഭക്ഷണം കഴിച്ചു, കളിച്ചു, ഇങ്ങനെ പല സംഗതികളുണ്ടല്ലോ.
നമ്മൾ കഴിഞ്ഞ സംഭവങ്ങൾ അത് പറയലാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗസമ എന്ന് പറഞ്ഞാൽ എന്താ? തീരുമാനിച്ചു. ബദഉ തുടങ്ങി, അവർ തുടങ്ങി. ഗസല കഴുകി. അപ്പോൾ ഇത് ഫുള്ള് എന്താണ്? കഴിഞ്ഞതാണ്. അതായത് ഭക്ഷണം കഴിച്ചതും അതുപോലെ പോയതും കളിച്ചതും എല്ലാം കഴിഞ്ഞ സംഭവങ്ങളാണ്. ഇപ്പോൾ ഇവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയല്ല, വൃത്തിയാക്കൽ കഴിഞ്ഞു. കനസ അടിച്ചുവാരി, നല്ലഫ വൃത്തിയാക്കി, കനസത്ത ഗസലത്ത, പിന്നെ ദഹബ ജാ സന തവ ഒക്കെ കഴിഞ്ഞതാ. അപ്പോൾ കഴിഞ്ഞു പോയതിനെ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ പാഠത്തിൽ പ്രധാനപ്പെട്ടത് പറയാം. പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് ഏതാണ് പ്രധാനപ്പെട്ടത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലേ? ഈ വാക്കർത്ഥങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഗസമ എന്താണ്? ഗസമ തീരുമാനിച്ചു. പിന്നെ ഗസല കഴുകി, ദഹബ പോയി, സനഅത്ത് തയ്യാറാക്കി, ജാ വന്നു. കനസ രണ്ടുപേര് അടിച്ചു വരി, കനസത്ത രണ്ട് പെണ്ണുങ്ങൾ അടിച്ചു വരി. ഗസലത്ത എന്ത് ചെയ്തു? രണ്ട് സ്ത്രീകൾ കഴുകി. നല്ലഫ രണ്ട് പുരുഷന്മാർ വൃത്തിയാക്കി. സല്ലു അവർ നിസ്കരിച്ചു. അങ്ങനെ പോട്ടെ. ഇനി നമുക്ക് അവിടെ ഒന്നും വേണ്ട, ഇവിടെ നോക്കാം. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഗസമ ഗസമ ഗസമു ഗസമത്ത് ഗസമത്ത ഗസംന. ഇത് ഇങ്ങനെ സർഫാക്കി പഠിക്കുക. ഇത് പഠിക്കുന്നതിന് മുമ്പ് ഇത് പഠിച്ചാൽ മതി. ഏത്? ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന. അപ്പം നിങ്ങളിവിടെ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന. ഫഅല എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തു. ഫഅല രണ്ടാൾ ചെയ്തു. ഫഅലു കുറേ ആൾ ചെയ്തു. ഫഅലത്ത് അവർ സ്ത്രീ ചെയ്തു. ഫഅലത്ത രണ്ട് സ്ത്രീകൾ ചെയ്തു. ഫഅൽന കുറേ സ്ത്രീകൾ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഒരാൾ ചെയ്തു എന്ന് പറയാൻ ഇതാണെന്ന് പറയാം ഫഅല. കുറേ ആളുകൾ, കുറേ ആണുങ്ങൾ ചെയ്തു എന്ന് പറയാൻ ഫഅലു എന്നാണ് പറയാം. ഇനി കുറേ പെണ്ണുങ്ങൾ ചെയ്തു എന്ന് പറയാൻ ഫഅൽന എന്നാണ് പറയാം. ഇനി ഒരു പെണ്ണ് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഫഅലത്ത് എന്നാണ് പറയാം. രണ്ട് പെണ്ണുങ്ങളാണ് ചെയ്തെങ്കിൽ ഫഅലത്താന്ന് പറയും. ഇപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റാണ്. ഇനി നമ്മൾ ഏത് പിന്നെ നേരത്തെ നമ്മൾ പഠിച്ച ചുവപ്പ് കളറിലുള്ള ആ വാക്ക് നമ്മൾ ഏത് വാക്ക് ഇവിടെ കൊടുത്താലും ആ വാക്ക് ഈ രൂപത്തിലാണ് സർഫാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം നമുക്ക്. ഇവിടെ തന്നെ ഉദാഹരണം. ഇപ്പോൾ ദഹബ കണ്ടോ? അപ്പോൾ നമുക്കിവിടെ ദഹബ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ? ദഹബ ദഹബ ദഹബു ദഹബത്ത് ദഹബത്ത ദഹബിന. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ, വളരെ എളുപ്പമാണ്. ഇനി ഗസല എടുക്കുക. ഗസല ഗസല എങ്ങനെ വരിക? ഗസല ഗസല ഗസലു ഗസലത്ത് ഗസലത്ത ഗസൽന. കണ്ടോ? അപ്പോൾ ഏത് വാക്യം നമുക്ക് എടുത്തു കഴിഞ്ഞാലും ആ വാക്യം നമ്മൾ ഈ രൂപത്തിൽ സർഫാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? അതിൻ്റെ എല്ലാ ഭാഗവും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇത് കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ നോക്കുക. ഗസമ ഗസമ ഗസമു അല്ലേ? ഗസമത്ത് ഗസമത്ത ഗസംന. ഇവിടെ ദഹബ എന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ദഹബ ആയിരിക്കും. ഇവിടെ വിട്ടുപോയത് ദഹബ ആയിരിക്കും. ദഹബ ദഹബ ദഹബു. പിന്നെ ദഹബത്ത് ദഹബത്ത ദഹബിന. ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന. കനസ. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന. വെരി സിമ്പിൾ. അത് അതുപോലെ പഠിക്കുക. എന്നിട്ട് നമ്മൾ ഈ കിതാബിൽ പറഞ്ഞ എല്ലാ വാക്കുകളും, ഈ കിതാബിൽ പറഞ്ഞ എല്ലാ വാക്കും നിങ്ങൾ അതുപോലെ സർഫാക്കി പഠിക്കുക. എല്ലാ വാക്കുകളും നിങ്ങൾ സർഫാക്കി പഠിക്കുക. സർഫാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെല്ലുക. എങ്ങനെ? ദഹബ ദഹബ ദഹബു ദഹബത്ത് ദഹബത്ത ദഹബിന. അത് നിങ്ങൾക്ക് ഉറപ്പിച്ചോ എന്നാൽ നിങ്ങൾക്ക് ഫുൾ സിമ്പിളായി. അപ്പോൾ ഇത് ഫുൾ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് നുക്കമ്മിലു ബി സീഗത്തിൽ മുനാസിബത്തി മിനൽ മുറബ്ബ. ഈ ചതുരത്തിൽ നിന്ന് യോജിച്ചത് എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കാൻ. പരീക്ഷയ്ക്ക് വരും. നമുക്കിപ്പോൾ പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയത് നമുക്കിപ്പോൾ പറയാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഇത്. ഇത് പൂരിപ്പിക്കാൻ വരും എന്തായാലും. ഒന്നില്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ തന്നെ അതുപോലെ വരും, അല്ലെങ്കിൽ ഇതുപോലത്തതിന് തുല്യമായ ചോദ്യങ്ങൾ വരും. ഇതാണ് പരീക്ഷൻ്റെ സ്വഭാവം. അപ്പോൾ നോക്കിക്കോളൂ. സാലിമുൻ ത്വാലിബാനി അത്ഫാല് അൽ ബിന്തു ഉഖ്താനി ത്വാലിബാത്ത്. ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വാക്കിൻ്റെ അർത്ഥങ്ങൾ അറിയണം. എന്നാലേ നമുക്ക് ഇത് പൂരിപ്പിക്കാൻ അറിയുള്ളൂ. അതാദ്യം ഓർത്ത് വെക്കുക. ഇതിൽ ഖറഅ എന്നുണ്ട് അല്ലേ?
ഖറയും ഖുർആനും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ. ഖറ എന്ന് പറഞ്ഞാൽ എന്താ, ഓതി അല്ലെങ്കിൽ വായിച്ചു. അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടി, ഒന്ന് റെഡിയായി. എന്താണ്, സാലിമുൻ ഖറ അൽ ഖുർആന, സാലിമുൻ ഖറ അൽ ഖുർആന. അടുത്തത് പിന്നെ അത്വാലിബാനി അല്ലേ, അത്വാലിബാനി ഉണ്ട് ദർസ. അപ്പോൾ ഇവിടെ ത്വാലിബാനി എന്നുണ്ടാകുമ്പോൾ നമുക്ക് അലിഫുൻ നൂനുണ്ടല്ലോ, ഉണ്ട്. അങ്ങനെ അലിഫുൻ നൂനുണ്ടെങ്കിൽ തന്ന ഉത്തരത്തിൽ പിന്നെ താ ഇല്ലാതെ അലിഫ് മാത്രമുള്ളത് ഏതാണെന്നോ നോക്കുക. താ ഇല്ലാതെ അലിഫ് മാത്രമുള്ളത് അതെങ്ങനെ നോക്കുക, ഞാൻ പറഞ്ഞുതരാം. ഈ അലിഫല്ല കേട്ടോ, ഇതിവിടെ വാവാണ്, ഇത് വാവാണ്, അവസാനം വാവാണ്, ഈ അലിഫല്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, കതബ, കണ്ടില്ലേ, നസറത്ത, ഇത് രണ്ടുമാണ് ഇവിടെ അലിഫുള്ളത് അല്ലേ. പക്ഷേ ഈ അലിഫിൽ ഇവിടെ താ ഉണ്ട്, താവിന് ശേഷം അലിഫ് വന്നതാണ്. ഇത് പറ്റൂല നമുക്ക്, ഇത് പറ്റൂല, ഇത് പറ്റും, കതബ. അപ്പോൾ ഇവിടെ അവസാനം അലിഫും നൂനും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാ കൊടുക്കുക, ഇതാ കൊടുക്കുക, കതബ. മനസ്സിലായല്ലോ. ഇനി അവിടെ തന്നെ വേറെ പ്രശ്നമുണ്ട്, ഇവിടെയുണ്ട് അലിഫുൻ നൂനും, കണ്ടില്ലേ, അൽ ഉഖ്താനി, അൽ ഉഖ്താനി ജദ്ദത്തഹുമാന്നുണ്ട് അല്ലേ. ഇവിടെയും അലിഫുൻ നൂനുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കൺഫ്യൂഷൻ ആയല്ലോ അല്ലേ. അപ്പോൾ അതിന് വേറെ ഐഡിയ ഉണ്ട്. അതെന്താ, ഇത് പിന്നെ ഇവിടെ താ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിൽ മനസ്സിലാക്കാതെ എന്താണ്, നമുക്ക് താ ഉള്ള പറ്റൂലല്ലോ, താ ഉള്ള എന്താണ്, പെണ്ണിൻ്റെ അടയാളം. അപ്പോൾ ഇത് പെണ്ണിൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഏതാ വേണ്ടത്, കതബ എന്നാ വേണ്ടത്. ഇവിടെ ഏതാ വേണ്ടത്, നസറത്ത എന്നാ വേണ്ടത്. എന്തായാലും അലിഫുൻ നൂനുണ്ടായ അലിഫുള്ളതാണ് നോക്കേണ്ടത്, റെഡിയായി. അതൊക്കെ അല്ലോ. അലിഫുൻ നൂനുണ്ടെങ്കിൽ അവസാനം അലിഫുള്ളതാണ് നോക്കേണ്ടത്. അവസാനം അലിഫും പിന്നെ താ ഉണ്ടെങ്കിൽ എവിടേക്ക് എടുക്കുക, താ ഉള്ളതിലേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ താ ഉണ്ട്, ഇവിടെയും താ ഉണ്ട്, കണ്ടോ. അപ്പോൾ ഇവിടെ ഏതാ കൊടുക്കേണ്ടത്, നസറത്ത. അപ്പം അങ്ങനെ നോക്കുക. ഇതൊക്കെ ഞാനൊരു ട്രിക്ക് പറയുന്നതാണ്. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇതിൻ്റെ അർത്ഥങ്ങൾ മുഴുവൻ എന്തായിരിക്കണം നമുക്ക് അറിയണം. ആ അർത്ഥങ്ങൾ അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ കഴിയും. ഞാനിപ്പോൾ ഒരു ട്രിക്ക് മാത്രം നിങ്ങൾക്ക് പറയണം. അടുത്ത അൽ അത്ഫാലു അൽ അസ്മാറ. അത്ഫാൽ പറഞ്ഞാൽ കുട്ടികൾ, കുട്ടികൾ എന്ത് ചെയ്തു, അസ്മാർ പറഞ്ഞാൽ ഫലങ്ങൾ. അപ്പോൾ കുട്ടികൾ ഫലങ്ങൾ എന്ത് ചെയ്തു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അകലു, ജാഉ, ഫതഹത്ത്, നളറത്ത്, ജലസ്ന, ഇതാണുള്ളത്. പിന്നെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറേ ആളുകളുണ്ട്. കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് വരൂല, ഇത് വരൂല, ഏത്, ഈ അലിഫുള്ളത് വരൂല. പിന്നെ അവസാനം വാവും, അവസാനം അലിഫ് അതിൻ്റെ തൊട്ട് പോയാൽ വാവും ഉണ്ടല്ലോ, ഇങ്ങനത്തത് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ജാ എടുക്കുക, പിന്നെ അക്കലു എടുക്കുക. ഇത് രണ്ടുമാണ് സാധ്യത അല്ലേ. ഇവിടെ കൊടുക്കേണ്ടത് അക്കലു ജാവു. ഇനി പിന്നെ ഇത് ഇതിലേതാന്ന് മനസ്സിലാക്കാൻ എന്താ ചെയ്യുക, അതിനർത്ഥം അറിയാൻ തന്നെ വേണം. അപ്പോൾ അക്കലു എന്ന് പറഞ്ഞാൽ എന്താ, അവർ തിന്നു. ജാവു എന്ന് പറഞ്ഞാലോ, അവർ വന്നു. അപ്പോൾ ഏതാ ശരി, അൽ അത്ഫാലു അക്കലു, തിന്നു, അൽ അസ്മാറ ഫലങ്ങളെ. റെഡി. അടുത്ത് അൽ ബിന്ദു ഡാഷ് ബാബൽ ബൈത്ത്. അൽ ബിന്ദു പറഞ്ഞാൽ മോള്. അപ്പോൾ ഒരു മോള് തുറന്നു എന്നാ വേണ്ടി, തുറന്നു എന്നുള്ളതിന് പിന്നെ ഒരു പെണ്ണിനാകുമ്പോൾ അവസാനം താ ഉള്ളതാണ് വരിക. അവസാനം താ, ഫതഹത്ത്, നളറത്ത്, കണ്ട അവസാനം താ ഉണ്ട്, ഒരു പെണ്ണ് ചെയ്ത പണിക്കാവുമ്പോൾ. അപ്പോൾ ഇവിടെ അൽ ബിന്ദു ഫതഹത്ത്, തുറന്നത് എന്ന് കിട്ടണമെങ്കിൽ ഫതഹത്ത് കൊടുക്കണം. നളറത്ത് പറഞ്ഞാൽ തുറന്നത് എന്നല്ല. അപ്പോൾ ഇവിടെ ഏതാ വേണ്ടത്, ഫതഹത്താ വേണ്ടത്. അടുത്ത അൽ ഉഖ്താനി നമ്മൾ പറഞ്ഞു നസറത്ത. അടുത്ത അത്വാലിബാത്തു. അത്വാലിബാത്തു എന്താണ്, അലൽ മക്കാദി. അത്വാലിബാത്ത് പറഞ്ഞാൽ എന്താ, ത്വാലിബാത്ത് പറഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥിനികൾ അഥവാ പെൺകുട്ടികൾ. പെൺകുട്ടികൾ എന്ത് ചെയ്തു, ഇരുന്നു. അപ്പോൾ കുറേ പെൺകുട്ടികൾ ഇരുന്നു എന്ന് പറയാൻ എന്താ വേണ്ടി, ജലസ്ന. അപ്പോൾ ഇതാണ് ഇവിടെ വേണ്ടത്, ജലസ്ന അലൽ മക്കാദി. മനസ്സിലായോ. അപ്പോൾ ഇത് 6 ഇത് ഉത്തരം 7 ഉണ്ടോ നമുക്ക് നോക്കാം. 2, 4, 6, 8 ഉണ്ട് ഉത്തരം. ഇവിടെ ചോദ്യം എത്രണ്ണേ ഉള്ളൂ, 6 ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ ഒഴിവായി, നളറത്ത് ഒഴിവായി. പിന്നെ ഏതാ ഒഴിവായത്, 2, 4, 6, 8. നളറത്തും ജാവും ഒഴിവായി അല്ലേ. അപ്പം അങ്ങനെ മനസ്സിലാക്കാം. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1. ഇനി എന്ത് സംശയം ഉണ്ട് എല്ലാവരും ചോദിക്കട്ടോ.
പിന്നെ ഇതെന്തായാലും കാണാതെ പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് വരും. നമുക്കിപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എഫ് എലുവിൻ്റെ സർഫാക്കാൻ വന്നല്ലോ, എഫ് എലാന്. അപ്പോൾ അതുപോലെ ഇത് വരും. അടുത്ത് ദർസ. ഇനി ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ദർസയിലേക്ക് ഒരു അലിഫ് കൊടുക്കുക. അപ്പം എന്തായി? ദർസ. അതാണ് ഇവിടെ വരിക, ദർസ. ഇനി ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. ഇവിടെ എന്ത് ചെയ്യുക? ദർസയിൽ ഒരു വാവും ഒരു അലിഫും കൊടുക്കുക. ഒരു വാവും അലിഫും കൊടുത്താൽ എന്തായി? ദറസു. അതാണ് ഇവിടെ വരിക, ദറസു. ഇനി ഇതിലേക്ക് അവസാനം ഒരു താവ് കൊടുക്കുക. അപ്പം എന്തായി? ദറസത്ത് എന്നായി, ദറസത്ത്. അതാണ് ഈ വരിയിൽ വരിക. മുഅന്നസ് പെണ്ണുങ്ങളെ വരിയിൽ ഒരു താവ് കൊടുക്കുക. അപ്പോൾ പെണ്ണുങ്ങളെ വരിയിൽ ഈ രണ്ടിലും താവ് ഉണ്ടാവും. ഈ അവസാനത്തിൽ എന്തുണ്ടാവും? ഒരു നൂനും ഉണ്ടാവും. ട്രിക്ക് മനസ്സിലായിക്കോളി. ഇവിടെ ദറസത്ത്. ഇവിടെ എന്താ വരിക? ഇതേ വാക്ക് ഇങ്ങോട്ട് കോപ്പി അടിക്കുക. എന്നിട്ട് ഈ താഗിൻ്റെ മുകളിൽ സുക്കൂനില്ല, അത് വേണ്ട. എന്നിട്ട് ഇവിടെ ഫത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അലിഫ് കൊടുക്കുക. അപ്പം എന്തായി? ദറസത്ത. മനസ്സിലായോ? ദഫഅലത്ത. കണ്ടോ? വളരെ എളുപ്പമാണ് അല്ലേ? ദറസത്ത്, ദറസത്ത. ഇനി ഇവിടെ അവസാനം ഒരു നൂന് കൊടുക്കുക. ബാക്കി ഇത് തന്നെ. അപ്പോൾ ദറസ്. ഇവിടെ സീൻ എന്താവും? പൂജ്യമാവും കേട്ടോ. സീന് സുക്കൂനാവും. അപ്പോൾ ദറസ്ന, ദറസ്ന. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ? ആദ്യം ഒരു അലിഫ് കൊടുത്താൽ എന്തായി? ദറസ. അതാണ് മുസന്ന. മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടാള് പഠിച്ചു എന്ന് പറയാൻ. ഇനി ജംഅ് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ചെയ്തു പറയാൻ അവസാനം വാവും ഒരു അലിഫും കൊടുക്കുക. അപ്പോൾ ദറസു. ഇനി ഒരു പെണ്ണ് പഠിച്ചു എന്ന് പറയാൻ ദറസത്ത്. പിന്നെ രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ ദറസത്ത, കുറേ പെണ്ണുങ്ങളാണെങ്കിൽ ദറസ്ന. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചോദ്യത്തിൽ ഉത്തരം എഴുതുന്ന സമയത്ത് പെണ്ണുങ്ങളെ പേര് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഒരു പെണ്ണാണെങ്കിൽ എന്തായാലും എന്തുണ്ടാവും? ഉത്തരത്തിൽ താഗ് ഉണ്ടാവും. കണ്ടില്ലേ? ഒരു പെണ്ണിന് താഗ് ഉണ്ടാവും. ഒരു പെണ്ണിൻ്റെ വാക്കാണെങ്കിൽ എന്തുണ്ടാവും? താഗ് ഉണ്ടാവും. രണ്ട് പെണ്ണിൻ്റെ ആണെങ്കിലും താഗ് ഉണ്ടാവും. കണ്ടോ? താഗ് ഉണ്ടാവും, താഗ് ഉണ്ടാവും. രണ്ട് പെണ്ണുങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ട്രിക്ക് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആണുങ്ങൾ പറയുമ്പോൾ എന്തുണ്ടാവില്ല? ആണുങ്ങളത് പറയുമ്പോൾ എന്തുണ്ടാവില്ല? താഗ് ഉണ്ടാവില്ല. ഇവിടെ ഉണ്ട് ദർസ. ഒരാൾ പഠിച്ചു. ദറസ. രണ്ടാൺകുട്ടികൾ, രണ്ടാണുങ്ങൾ പഠിച്ചു. ദറസു. അവർ കുറേ ആണുങ്ങൾ പഠിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? അടുത്ത് നോക്കുക. ദഹബു. അടുത്ത എന്താണ്? ഓർഡർ ആക്കാൻ. ഓർഡർ തെറ്റിച്ചിരിക്കണ്. ദഹബു ഇലാ മക്കത്ത അൽ മുസ്ലിമൂന. ഇത് ഓർഡർ തെറ്റിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർഡർ ആക്കാൻ എങ്ങനെ എഴുതുക? അൽ മുസ്ലിമൂന ദഹബു ഇലാ മക്കത്ത. അൽ മുസ്ലിമൂന ദഹബു ഇലാ മക്കത്ത. അങ്ങനെ എഴുതേണ്ടത്. പിന്നെ അൽ ബനാത്തു തവല്ലഇന ഹുന്ന. അപ്പം എന്താ വേണ്ടി? ആദ്യം അൽ ബനാത്തു എഴുതുക, പിന്നെ ഹുന്ന എഴുതുക, പിന്നെ തവല്ലഇന. ഹുന്ന തവല്ലഇന. പിന്നെ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അടുത്തന്നെ അർത്ഥം മനസ്സിലാക്കുക. നമുക്ക് ഒരു പക്ഷേ എന്ത് വരാം? നമ്മളിപ്പോൾ ഈ വർഷത്തെ ഈ കാക്കൊല്ല പരീക്ഷൻ്റെ ചോദ്യപേപ്പറിൽ നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി. അറബി മലയാളമാക്കാനും പിന്നെ മലയാളം അറബിയാക്കാനും രണ്ട് ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക? ഒരു പക്ഷേ എന്ത് ചെയ്യുക? മലയാളം എഴുതാനോ അല്ലെങ്കിൽ മലയാളത്തിന് അറബിയാക്കാനൊക്കെ വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കുക. എന്താ? മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് പോയി. അതതിൻ്റെ അർത്ഥം. മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് പോയി. ഇവിടെ എന്താണ്? പെൺകുട്ടികൾ വുളൂഅ് ചെയ്തു. പെൺകുട്ടികൾ വുളൂഅ് ചെയ്തു. ഇനി അവൻ ചായ കുടിച്ചു. അവൻ ചായ കുടിച്ചു എന്ന് പറയാൻ എങ്ങനെയാണ് ഇവിടെ അറബിയിൽ എഴുതുക എന്ന ചോദ്യം. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ ഒരാളാണ് അല്ലേ? അപ്പോൾ കുടിച്ചു എന്നുള്ളതിന് എന്താ പറയുക? ഷെരിബ എന്നാ പറയുക. അപ്പോൾ ഷെരിബ ഷായ. ഇവിടെ എന്താ സംഭവിച്ചേ? ഷെരിബ പറഞ്ഞാൽ കുടിച്ചു, ഷായ പറഞ്ഞാൽ ചായ കുടിച്ചു. അടുത്ത് അവർ രണ്ട് പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി. നമുക്കറിയാം പോയി എന്നുള്ളതിന് എന്താ പറയേണ്ടത്? ദഹബ എന്നാണ് അല്ലേ? അപ്പോൾ രണ്ട് പെൺകുട്ടികളെ വരി ഏതാണ്? ഇതാണ് പെണ്ണുങ്ങളെ വരി അല്ലേ? അടിയത്താണ് പെണ്ണുങ്ങളെ വരി. ഇവിടെ ഇത് ഒരു പെണ്ണ്, ഇത് രണ്ട് പെണ്ണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ദഹബ കൊടുക്കുക. അപ്പോൾ ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത. കണ്ട? ദഹബത്ത. അപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് എന്താ പറയുക? ദഹബത്ത. അപ്പോൾ ഇവിടെ അൽ ബിന്താനി ദഹബത്ത ഇലൽ മദ്രസത്തി. അൽ ബിന്താനി ദഹബത്ത ഇലൽ മദ്രസത്തി എന്നാണ് ഇവിടെ വരേണ്ടത്. അത് നിർബന്ധമായി പഠിക്കണേ. നേരെ മലയാളം എഴുതാനോ അല്ലെങ്കിൽ മലയാളം അറബി എഴുതാനോ വരും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാക്കർത്ഥങ്ങൾ നിർബന്ധമായി പഠിക്കുക. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ? ഇപ്പോൾ എത്ര ചോദ്യം വന്നു? വാക്കർത്ഥം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ വാക്കർത്ഥങ്ങൾ നല്ലോണം പഠിക്കണം എല്ലാത്തിൻ്റെയും. നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. ഇവിടെ നമ്മൾ മുദാരി എഴുതാനാണ്.
ഗസമ, ഗസമൻ്റെ മുളാരി എന്താണ്? യഗ്സിമു. ഗസല യഗ്സിലു. ദഹബ യദ്ഹബു. കനസ യക്നുസു. ജാഅ യജീഉ. ജലസ യജ്ലിസു. സനഅ യസ്നഉ. ബദഅ യബ്ദഉ. സ്വല്ല യുസല്ലി. ജലസ യജ്ലിസു ട്ടോ. ജാഅ യജീഉ. സനഅ യസ്നഉ. ബദഅ യബ്ദഉ. സ്വല്ല യുസല്ലി. അടുത്ത് അയ്യാം. അയ്യാം. ഇനി ഇത് നിർബന്ധമായും പഠിക്കുക. ഇതെന്തിനാ പഠിക്കുന്നത്? അതായത് നമുക്ക് പിന്നെ ജം എഴുതാൻ വരും. എന്താ ജം എന്ന് പറഞ്ഞാൽ? ജം എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നുള്ള അർത്ഥത്തിന് വരിക. ഇപ്പോൾ യൗമ് പറഞ്ഞാൽ ഒരു ദിവസം, അയ്യാം പറഞ്ഞാലോ ദിവസങ്ങൾ. അപ്പോൾ ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും. അപ്പോൾ നിങ്ങളിത് എങ്ങനെ പഠിക്കാം? ഇത് പഠിക്കാൻ അതുപോലെ കാണാൻ പഠിക്കുക. യൗമ് അയ്യാം, യൗമ് അയ്യാം, യൗമ് അയ്യാം. യൗമ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, അയ്യാം എന്ന് പറഞ്ഞാൽ കുറേ ദിവസം. ഉളുവ് എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരംഗം. അഅ്ളാ എന്ന് പറഞ്ഞാൽ കുറേ അംഗങ്ങൾ. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ ഉണ്ടാവില്ലേ, മെമ്പേഴ്സ്. ഉളുവ് മെമ്പർ, അഅ്ളാ മെമ്പേഴ്സ്. ഉളുവ് അഅ്ളാ, ഉളുവ് അഅ്ളാ, അങ്ങനെ പഠിക്കുക. ഇഖ്വത്ത് അഖ്. അഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സഹോദരൻ. ഇഖ്വത്ത് പറഞ്ഞാൽ സഹോദരങ്ങൾ. അഖ് ഇഖ്വത്ത്, അഖ് ഇഖ്വത്ത്, അഖ് ഇഖ്വത്ത്. ബൈത്ത് ബുയൂത്ത്, ബൈത്ത് ബുയൂത്ത്. ബൈത്ത് എല്ലാവർക്കും അറിയാം, വീട്. അപ്പോൾ ബുയൂത്ത് പറഞ്ഞാൽ വീടുകൾ. പിന്നെ ആനിയത്ത് പാത്രം, അവാൻ പാത്രങ്ങൾ. ആനിയത്ത് പാത്രം, അവാൻ പാത്രങ്ങൾ. ഉർഫ, ഉർഫ എന്ന് പറഞ്ഞാൽ റൂം. ഉറഫ്, ഉറഫ്. ഉർഫത്ത്, ഉറഫ്. ഇതെങ്ങനെ വ്യത്യാസം? ഇവിടെ അവസാനം താഴുണ്ട് അല്ലേ? പിന്നെ റായിന് സുക്കൂനാണ്. ഉർഫത്ത് എന്നാണ് ഒരു റൂമിന് പറയാം. കുറേ റൂമിന് 3 അക്ഷരമേ ഉള്ളൂ. ഉർഫ കണ്ടോ? അല്ല, ഉറഫ്. എന്താ വായിക്കണ്ടേ? ഉറഫ്, ഉറഫ്. അടുത്തത് ഇത് പരീക്ഷയ്ക്ക് വരും. നമുക്കിപ്പോൾ യൗമ തുഹദ്ദിസു അഖ്ബാറഹ പരീക്ഷയ്ക്ക് വന്ന പോലെ ഒരു പക്ഷെ പൂരിപ്പിക്കാൻ വരും. എന്നാൽ വളരെ എളുപ്പമാണ് അല്ലേ? കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ കൈഫ അല്ലേ? അതെല്ലാവർക്കും അറിയാം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഇതിലെന്താ നമ്മളോട് കാണാൻ പറഞ്ഞത്? നഖറു മിനൽ ഖുർആൻ യക്തശിഫുൽ ഫിഅൽ മാളിയ. മാളിയായ ഫീൽ കണ്ടെത്താനാണ്. ഇതിലൂടെ മാളി ദ ഫഅല. ഇതിലൂടെ തബ്ബത്ത് ഫഅലത്ത് കണ്ടില്ലേ? വതബ്, വതബ്ബ അതൊരു മാളിയായ ഫീല. കാന, പിന്നെ ഫസദത, ജാഅ, പിന്നെ ആമനു വാമിലു, ഖത്തഅന, ഖുൽന, ഹാഷ. ഇനി നമുക്കിത് കോപ്പി അടിച്ച് എഴുതാനാണ്. മനസ്സിലായില്ലേ?